എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ മോഹിനി നന്ദയോട് പറയുവാണ്, നീ നന്ദുക്കുട്ടന് വേണ്ടി എന്ത് ട്രീറ്റ്മെന്റ് വേണമെങ്കിലും എടുത്തോ, പക്ഷെ ആ പേരും പറഞ്ഞ് ഇന്നീവിടത്തിൽ കയർ പറ്റാമെന്ന് നീ വിചാരിക്കണ്ട. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ അത് നടക്കത്തില്ല എന്ന് തന്നെ പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുന്നുണ്ട്, അതോർത്തൊന്നും മോഹിനിയമ്മ വിഷമിക്കണ്ട. കാരണം ഞാൻ 2 ആഴ്ചത്തേക്ക് ഞാൻ ഇവിടെ കാണും. അതുമാത്രമല്ല ആ കൊട്ടാരത്തേക്ക് ഞാൻ ഇനി കടന്നു കയറാനും വരുന്നില്ല എന്ന്. എന്നിട്ട് നന്ദ പറയുവാണ്, ഞങ്ങൾക്ക് താമസിക്കാനുള്ള സ്ഥലം ഞങ്ങളെ സ്നേഹിക്കുന്നവർ തന്നെ ഞങ്ങൾക്ക് കണ്ടുപിടിച്ച് തന്നോളൂ എന്ന്. എന്നിട്ട് പറയുവാണ്, ഞാൻ ആ കൊട്ടാരത്തിൽ നിന്നും ഇറങ്ങിയതല്ലേ. നന്ദ പറയുവാണ്, ആ വീട്ടിൽ താമസിക്കണം എന്ന ആഗ്രഹം ഞാൻ പണ്ടേ കളഞ്ഞതാണ്. എന്നിട്ട് ഗൗതത്തിന്റെ മുഖത്തേക്കൊന്ന് നോക്കുന്നുണ്ട് നന്ദ. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ നന്ദമോനെയാണ്. നന്ദകുട്ടൻ നല്ല ഉറക്കത്തിലാണ്. പക്ഷെ അന്നേരവും ഗൗരി അടുത്തേക്ക് വരുന്നതും ഗൗരിയോട് സംസാരിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടിട്ട് കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പിങ്കി ഇങ്ങ് അടുത്ത് വരുമ്പോഴത്തേക്ക് നന്ദകുട്ടൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, മോൻ ഉറങ്ങുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. എന്നിട്ട് മോൻ പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഗൗരിയെ സ്വപ്നം കണ്ടു, ഗൗരി ഇവിടെ വന്നിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, ആ മോനെ ഗൗരി ഇവിടെ വന്നിട്ടുണ്ടെന്ന്. എന്നിട്ട് ഗൗരിയെ വിളിക്കുകയാണ്. അപ്പോൾ ഗൗരി വരുന്നതും നന്ദമോനും ഭയങ്കരമായിട്ട് സന്തോഷമാകുന്നുണ്ട്. അന്നേരം പിങ്കി പറയുവാണ്, ഗൗരി മാത്രമല്ല ഗൗരിയുടെ അമ്മ ഡോക്ടർ ആന്റി ഇവിടേക്ക് വന്നിട്ടുണ്ടെന്ന്. അന്നേരം നന്ദ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അന്നേരം നന്ദ അങ്ങോട്ടേക്ക് വരുമ്പോൾ നന്ദമോൻ പറയുന്നുണ്ട്, ഞാൻ ഡോക്ടർ ആന്റിയോട് പിണക്കമാണെന്ന്. ഇതുവരെ വന്നിട്ട് എന്നെ കാണാതെ പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് നന്ദമോൻ സങ്കടപ്പെടുന്നുണ്ട്. അന്നേരം നന്ദ പറയുന്നുണ്ട്, അതിനെന്തിനാ മോൻ പിണങ്ങുന്നത്, ഞാൻ വീണ്ടും വന്നില്ലേ ഇവിടേക്ക്. അന്നേരം നന്ദമോൻ പറയുവാണ്, അതിന് എനിക്ക് പിണക്കമൊന്നും ഇല്ല എന്ന്, ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. ഡോക്ടർ ആന്റി ഇവിടേക്ക് വന്നപ്പോൾ പപ്പ വഴക്കുണ്ടാക്കിയത് കൊണ്ടല്ലേ ഡോക്ടർ ആന്റി പോയതെന്ന് നന്ദമോൻ നന്ദയോട് ചോദിക്കുന്നുണ്ട്. അത് ഞാൻ കേട്ടായിരുന്നു ആന്റി എന്ന് നന്ദമോൻ പറയുന്നുണ്ട്. അന്നേരം ഗൗതം പറയുന്നുണ്ട്, മോൻ ഇനി ആ കാര്യത്തെ പറ്റിയൊന്നും പറയണ്ട, വഴക്കുണ്ടാക്കിയ പപ്പ തന്നെ ഡോക്ടർ ആന്റി എവിടേക്ക് കൊണ്ടുവന്നില്ലേ എന്ന് ഗൗതം പറയുന്നുണ്ട് നന്ദമോനോട്. പിന്നെ എന്തിനാ ഇനി പിണങ്ങുന്നതെന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഇത് കേട്ടിട്ട് ഗൗരിമോള് പറയുവാണ്, നന്ദമോന്റെ പപ്പ പാവം പപ്പയാണെന്ന്. എന്നിട്ട് നന്ദയോട് ചോദിക്കുവാണ്, നന്ദമോന്റെ പപ്പ പാവമാണല്ലേ അമ്മ, നല്ല പപ്പയാന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് നന്ദയോടാണ് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിവർത്തിയില്ലാഞ്ഞിട്ട് നന്ദ അതേന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ മനസ്സിൽ ആലോചിക്കുവാണ്, ഇത് തന്നെയാണ് മോളെ നിന്റെയും പപ്പ എന്ന്. നീ ആഗ്രഹിച്ച നിന്റെ പപ്പ ഇതാണെന്ന് നന്ദ വെറുതെ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് നിൽക്കുവാണ് ചെയ്യുന്നത്. അതിനുശേഷം പിങ്കി പറയുന്നു, നന്ദയ്ക്ക് ഇനിയിപ്പോ ട്രീറ്റ്മെന്റ് തുടങ്ങുന്നെങ്കിൽ തുടങ്ങിക്കോന്ന്, ഞങ്ങൾ ഇവിടെ ഒരു ശല്യമായിട്ട് നിൽക്കുന്നില്ല, ഞങ്ങളൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കോളാന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ പറയുന്നുണ്ട്, ഒരാൾ ഇവിടെ നിൽക്കണം, മോനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് കിടത്താനും എല്ലാം ഒരാളുടെ ആവശ്യം കൂടെ വേണം എന്ന് പറയുന്നുണ്ട്. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഗൗതം നിന്നോട്ടെ എന്ന്. അന്നേരം ഗൗതത്തിന് ഇത് ഭയങ്കരമായിട്ട് അത്ഭുതമാണ്. കാരണം എന്താന്ന് വെച്ചാൽ പിങ്കിയാണല്ലോ സമ്മതിച്ചത് നന്ദയോടൊപ്പം അവിടെ ഗൗതം നിൽക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ഒരു ഞെട്ടലോടെയാണ് അത് കേട്ട് നിന്നത്. എന്നിട്ട് പിങ്കി പറയുവാണ്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി നന്ദ, ഞാൻ പുറത്ത് കാണുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിങ്കി പുറത്തേക്ക് പോകുന്നുണ്ട്. അന്നേരം ട്രീറ്റ്മെന്റ് തുടങ്ങാൻ വേണ്ടി നന്ദ നിൽക്കുമ്പോഴത്തേക്ക് ഗൗരിമോള് പറയുന്നുണ്ട്, അമ്മയെ കുറച്ച് കഴിഞ്ഞിട്ട് ട്രീറ്റ്മെന്റ് തുടങ്ങാം അമ്മേ, എനിക്ക് നന്ദമോനും കുറച്ച് കളിക്കണമെന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ ഇങ്ങനെ ഗൗതത്തിന്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അങ്ങനെ നന്ദ ഗൗതത്തിന്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ ഗൗതം സമ്മതിച്ച മട്ടാണ് നിൽക്കുന്നത്. പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിങ്കിയാണ്. പിങ്കി പുറത്തോട്ട് ഒന്ന് ഇറങ്ങി, എന്നിട്ട് ചെറുതായിട്ടൊന്ന് തല കറങ്ങുന്നത് പോലെയൊക്കെ ക്ഷീണത്തിലൊക്കെ അവിടെ ഒരു ബെഞ്ചിൽ ഇരിക്കുന്നുണ്ട്. അന്നേരമാണ് ഗൗതം അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം ഗൗതം ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുന്നുണ്ട്. അപ്പോ പിങ്കി എന്താ ഒരു വയ്യാത്ത പോലെയൊക്കെ ഇരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ നോക്കിയത്. അന്നേരം പിങ്കി പറയുന്നുണ്ട്, ഇന്നലെ രാത്രി ഞാൻ ഉറങ്ങിയിട്ടില്ല, നല്ല ക്ഷീണം ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, അതുകൊണ്ടൊന്ന് മയങ്ങിപ്പോയതാ പെട്ടെന്നെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതം ഇങ്ങനെ പിങ്കിയെ തന്നെ നോക്കി നിൽക്കുവാണ്. അന്നേരം പിങ്കി ചോദിക്കുന്നുണ്ട്, എന്താ ഗൗതം, എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം ഗൗതം പറയുവാണ്, ഒന്നുമില്ല. അപ്പോ പിങ്കി പറയുന്നുണ്ട്, ഒന്നും ഇല്ലാതെയൊന്നുമില്ല, പറ ഗൗതം എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ഗൗതം പറയുവാണ്, ഇന്നലെ വരെ എൻ്റെ മനസ്സിൽ ഒരിതുണ്ടായിരുന്നു, ഞാനാണ് നന്ദമോനെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നതെന്ന്. ആ വിചാരമെല്ലാം എനിക്ക് മാറി.
പിങ്കിയാണ് എൻ്റെ മകനെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായെന്ന് ഗൗതം പിങ്കിയോട് പറയുന്നു. എന്നിട്ട് ഗൗതം പറയുകയാണ്, നന്ദയോട് വാശിയും ദേഷ്യവുമുള്ള ഒരാളായിരുന്നു നീ. പക്ഷെ നന്ദമോന്റെ കാര്യത്തിന് ആ വാശിയും ദേഷ്യവും എല്ലാം മാറ്റി നന്ദയുടെ മുൻപിൽ പോയി നന്ദയെ കൂട്ടി ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നില്ലേ എൻ്റെ നന്ദമോന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി. പിങ്കിക്ക് എത്രത്തോളം വലുതാണ് നന്ദമോനെന്ന് എനിക്ക് ഇതിലൂടെ മനസ്സിലായെന്നൊക്കെ ഗൗതം പറയുന്നുണ്ട്. നന്ദമോനോടുള്ള സ്നേഹം എത്രയാണെന്ന് എനിക്ക് മനസ്സിലായി. അതിന് ഒരുപാട് നന്ദിയുണ്ട് പിങ്കിയോടെന്നൊക്കെ ഗൗതം പറയുന്നുണ്ട്. എന്നിട്ട് പിങ്കിയുടെ കയ്യിൽ ഇങ്ങനെ മുറുക്കി പിടിക്കുവാണ്. അന്നേരം പിങ്കി പറയുവാണ്, എനിക്ക് എൻ്റെ മകന്റെ കാല് എത്രയും പെട്ടെന്ന് സുഖമാകണം എന്നല്ലാതെ വേറെ ചിന്തകളൊന്നും എൻ്റെ മനസ്സിലില്ല എന്ന്. അന്നേരം ഗൗതം പറയുവാണ്, എൻ്റെ മകനെ ഇത്രയേറെ സ്നേഹിക്കാൻ നിനക്ക് മാത്രമേ കഴിയുള്ളൂ. നിന്റെ ജീവിതം മാറ്റി വെച്ചിട്ടാണ് എനിക്കും നന്ദമോനും വേണ്ടി ഈ ഒരു ജീവിതം തിരഞ്ഞെടുത്തത്. ഒരുപാട് നന്ദിയും സ്നേഹമൊക്കെ ഉണ്ട് എനിക്ക് നിന്നോട്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചേർത്ത് പിടിക്കുവാണ് നന്ദയെ. എന്നിട്ട് പിങ്കി പറയുവാണ്, എൻ്റെ മനസ്സിൽ ഇപ്പോൾ വേറെ ഒന്നുമില്ല ഗൗതം എന്ന് പറഞ്ഞിട്ട് ഗൗതത്തിന്റെ നെഞ്ചിൽ ചാരി കിടക്കുന്നതാണ് കാണിക്കുന്നത്. അന്നേരം പിങ്കി ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിട്ട് ഓരോന്ന് ആലോചിച്ചിരിക്കുന്ന ഗൗതത്തെയാണ് കാണിക്കുന്നത്. അന്നേരമാണ് നന്ദ പെട്ടെന്ന് ഇങ്ങനെ പുറത്തേക്ക് വരുന്നത്. നന്ദയ്ക്ക് ഇത് കാണുമ്പോൾ ഒത്തിരി സങ്കടാകുന്നുണ്ട്. ഇത് കാണുമ്പോൾ നന്ദയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. കുറച്ചു നേരം അങ്ങനെ ഗൗതത്തിനെയും പിങ്കിയെയും നന്ദ നോക്കി നിന്നിട്ട് അങ്ങ് മാറിപ്പോവുകയാണ് അവര് കാണാതെ. എന്നിട്ട് അതിനുശേഷം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ വലിയമ്മയാണ്. വലിയമ്മ വീട്ടിൽ കിടന്ന് ഭയങ്കരമായിട്ട് വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ട് വലിയമ്മ പറയുവാണ്, ആ നാശം പിടിച്ചവൾ വീട്ടിലെ അനന്തരാവകാശി ആയിരിക്കേണ്ട കുഞ്ഞിനെ കൊണ്ട് കൊലയ്ക്ക് കൊടുത്ത അവൾ തിരിച്ചു വന്നേക്കുന്നു എന്നും പറഞ്ഞ്. എന്നിട്ട് പറയുവാണ്, അവളെ ഇനി ഈ വീട്ടിലേക്ക് തിരിച്ചു കയറ്റില്ല എന്ന്. ട്രീറ്റ്മെന്റ് അവളെ ഏൽപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്നേരം മോഹിനി പറയുവാണ്, അതിന് തീരുമാനങ്ങളെല്ലാം എടുക്കുന്നത് പിങ്കിയും ഗൗതം അല്ലേ, പിന്നെ ആരെന്ത് പറയാനാന്ന് വലിയമ്മയോട് ചോദിക്കുന്നുണ്ട് മോഹിനി. എന്നിട്ട് വലിയമ്മ പറയുവാണ്, അങ്ങനെ തീരുമാനം എടുക്കാനൊന്നും പറ്റത്തില്ല. അവർക്ക് അവന് ചികിത്സ വേണമെങ്കിൽ ഈ ലോകത്ത് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി ചികിത്സിക്കാനുള്ള പണം ഇന്നീവരത്തിൽ ഉണ്ടെന്ന് പറയുന്നു വലിയമ്മ. പണത്തിന്റെ ഒരു കുറവും ഈ ഇന്നീവരത്തിനില്ല. പിന്നെ എന്തിനാണ് ഈ നന്ദയെ വിളിച്ചു വരുത്തിയതെന്ന് വലിയമ്മ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, അവൾക്ക് എന്താ പ്രത്യേകിച്ച് ഡിഗ്രി വല്ലതും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ദേഷ്യത്തില്. അന്നേരം കനകമ്മ പറയുവാണ്, ആ ഡോക്ടറിന് ഒരു പ്രത്യേക കഴിവുണ്ട്. കാലിലൊന്ന് തൊട്ടിട്ടുണ്ടെങ്കിൽ അന്നേരം സുഖമാകുമെന്ന്. അന്നേരം പവിത്ര ചോദിക്കുവാണ്, ഈ പാചകക്കാർക്കൊക്കെ കൈപ്പുണ്യം ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ആദ്യമായിട്ട് ഈ ഡോക്ടറിന് ഒരു കൈപ്പുണ്യം ഉണ്ടെന്നൊക്കെ കേൾക്കുന്നതെന്ന് പറയുന്നത്. മോഹിനി പിന്നെ പറയുവാണ്, അത് കുറച്ച് ദിവസം അങ്ങനെ കാല് ഞൊണ്ടിയും ഇങ്ങനെ വലിച്ചിരുത്തും ഒക്കെ നടക്കുമ്പോഴത്തേക്ക് അതങ്ങ് ശീലമായിക്കോളും. അത് ഗൗതത്തിന്റെ സ്വന്തം കുട്ടിയല്ലല്ലോ, എന്തിനാ ഇത്രയും പണമൊക്കെ ചെലവാക്കി നോക്കുന്നത് എന്നൊക്കെ മോഹിനി ചോദിക്കുന്നുണ്ട്. അന്നേരം വലിയമ്മ പറയുന്നുണ്ട്, നിന്നോട് ഞാൻ നേരത്തെ പറഞ്ഞതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ പറയരുതെന്ന്. എന്നിട്ട് പറയാണ്, അവള് ഏതായാലും ഇവിടെ വന്ന് ചികിത്സ തുടങ്ങിയെന്ന് പറയുന്നതിൽ കാര്യമൊന്നുമില്ല, അത് നിർത്തിക്കാനും എനിക്കറിയാമെന്ന് വലിയമ്മ പറയുന്നുണ്ട്. ഒരാഴ്ചയല്ലല്ലോ ചികിത്സ, അതിൽ കൂടുതലുണ്ടല്ലോ. ഞാൻ അവളെ ഒന്ന് കാണുന്നുണ്ട്, അന്ന് തീരും അവളുടെ ചികിത്സ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അന്നേരം അത് കേൾക്കുമ്പോൾ മോഹിനിക്ക് ഇത്തിരി സന്തോഷമൊക്കെ ആകുന്നുണ്ട്. അന്നേരം കനകമ്മ മനസ്സിൽ ഓർക്കുകയാണ്, നിനക്കുള്ള പണിയൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് മോളെ എന്ന്. എന്നിട്ട് കനകമ്മ മോഹിനിയോട് പറയുന്നുണ്ട്, എന്തായാലും പവിത്ര ഗർഭിണിയല്ലേ, അവളുടെ കുഞ്ഞല്ലേ ഇനി ഇവിടുത്തെ അനന്തരാവകാശി. മോഹിനിയുടെ ആഗ്രഹം എന്ന് കനകമ്മ ചോദിക്കുന്നുണ്ട്. എന്നിട്ട് കനകമ്മ മോഹിനിയോട് പറയുവാണ്, ഇത് പവിത്രയ്ക്ക് ഉണ്ടാകേണ്ടത് ആൺകുട്ടിയാണ് എന്ന്. അഥവാ പെൺകുട്ടി ആയിരുന്നാൽ പവിത്രയ്ക്ക് ഉണ്ടാകേണ്ടത് ഒരു ആൺകുട്ടിയാണ് എന്ന് മോഹിനിയോട് പറയുന്നു. അപ്പോൾ മോഹിനി ചോദിക്കുന്നു, അതെന്താന്ന്. അത് ആൺകുട്ടികളാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ടാകുമല്ലോ, പക്ഷെ പെൺകുട്ടികളാണെങ്കിൽ കല്യാണം കഴിഞ്ഞൊക്കെ പോകത്തില്ലേ, അപ്പോൾ ആൺകുട്ടികളാകുമ്പോൾ അനന്തരാവകാശി അവർ തന്നെ ആയിരിക്കുമല്ലോ, അതുകൊണ്ട് പവിത്രയ്ക്ക് ഒരു ആൺകുട്ടി തന്നെ വേണം, അതിനു വേണ്ടി ശ്രമിക്കണമെന്ന് കനകമ്മ മോഹിനിയോട് പറയുന്നുണ്ട്. അന്നേരം മോഹിനി ചോദിക്കുവാണ്, അതെങ്ങനെയാ നടക്കുന്നതെന്ന്. അന്നേരം കനകമ്മ പറയുവാണ്, ആൺകുട്ടി കിട്ടാൻ വേണ്ടി ഒരു അമ്പലത്തിൽ പോയി വഴിപാട് കഴിപ്പിക്കണമെന്ന്. അന്നേരം മോഹിനി പറയുവാണ്, ശരി, ആ വഴിപാട് കഴിപ്പിക്കാം, ഞാൻ പവിത്രയെ കൊണ്ട് അത് ചെയ്യിപ്പിക്കാന്ന് പറയുന്നുണ്ട്.
അന്നേരം കനകമ്മ പറയുവാണ്, അത് പ്രസവിക്കാൻ പോകുന്ന കുട്ടിയല്ല ചെയ്യേണ്ടത്, അത് ജനിക്കാൻ പോകുന്ന കുഞ്ഞിന്റെ അച്ഛന്റെ അമ്മയാണ് ചെയ്യേണ്ടത് എന്ന് കനകമ്മ പറയുന്നുണ്ട്. അന്നേരം മോഹിനി ചോദിക്കുകയാണ്, അയ്യോ ഞാൻ ചെയ്യാനാണോ എന്ന് പറയുന്നുണ്ട്. അന്നേരം കനകമ്മ പറയുവാണ്, ആ ഫലം വേണോ എങ്കിൽ ചെയ്തേ പറ്റൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം മോഹിനി പറയുവാണ്, ആ ആൺകുഞ്ഞ് ഉണ്ടാവാൻ വേണ്ടിയാണെങ്കിൽ ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അവിടുത്തെ ഒരു അമ്പലത്തിൽ പോയി ശയന പ്രദക്ഷിണം വെക്കണമെന്ന് മോഹിനിയോട് പറയുന്നുണ്ട് കനകമ്മ. അന്നേരം മോഹിനി പറയുവാണ് ചെയ്യാന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതെല്ലാം അവിടെ നിന്ന് പവിത്ര കേൾക്കുന്നുണ്ടായിരുന്നു. പറഞ്ഞു തുടങ്ങിയപ്പോഴേ പവിത്ര ചിന്തിക്കുവാണ്, അമ്മയ്ക്കുള്ള ഒരു പാരയാണല്ലോ വെക്കുന്നതെന്ന് പവിത്ര ചിന്തിച്ച് നിൽക്കുവാണ്. എന്നിട്ട് പവിത്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുവാണ്, ദൈവമേ എൻ്റെ വയറ്റിൽ കുഞ്ഞുണ്ടെന്ന് കരുതി അമ്മ ഈ ഈ കനകമ്മ വട്ടം കറക്കുവാണല്ലോ എന്ന് ഓർത്ത് വിഷമിക്കുന്നുണ്ട് പവിത്ര. അതിനുശേഷം കാണിക്കുന്നത് നന്ദയാണ്. നന്ദയും നിർമ്മലും ഗൗരിമോളും ഒരു വീട് വാടകയ്ക്ക് എടുക്കുന്നതാണ്. ഈ വീട് സെറ്റാക്കി കൊടുക്കുന്നത് നിർമ്മലാണ്. അന്നേരം വീടെല്ലാം തുറന്ന് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട്. മക്കളൊക്കെ കാനഡയിലാണ്. അന്നേരം അങ്ങേര് പറയുന്നുണ്ട്, ഇവിടത്തെ വാടക വാങ്ങിച്ച് ജീവിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, പക്ഷെ ഈ വീട് നന്നായിട്ട് നോക്കണം എന്ന് പറയുന്നുണ്ട്. വീട് നന്നായിട്ട് നോക്കാൻ വേണ്ടി കൂടെയാണ് ഒരു ഫാമിലിക്ക് തന്നെ ഞാൻ ഈ വീട് നൽകിയതെന്ന്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് തന്നെ പെട്ടെന്ന് നന്ദയുടെ മുഖം മാറുന്നുണ്ട്. അന്നേരം ഗൗരിമോള് ചോദിക്കുവാണ്, അമ്മേ ഞാൻ ഈ വീടൊന്ന് കണ്ടോട്ടെ എന്ന്. അന്നേരം നന്ദ പറയുവാണ്, ആ ശരി മോളെ, മോള് പോയി കണ്ടോളൂ എന്ന് പറയുന്നുണ്ട്. അന്നേരം മോൾ അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് ആ ഹൗസ് ഓണർ പറയുന്നുണ്ട്, ആ നല്ല മോളാണല്ലോ, അമ്മയെ അനുസരിക്കുന്ന നല്ലൊരു മോളാണല്ലോ അത്, അച്ഛന്റെ അതേ ഷേപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. അവൾക്ക് അച്ഛന്റെ തനി ഷേപ്പ് ആട്ടോ എന്നൊക്കെ നിർമ്മലിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്. നേരം അത് അയ്യോ അത് എന്ന് പറയാൻ വേണ്ടി തുടങ്ങുന്നുണ്ട് നന്ദ. നേരം നിർമ്മൽ പറയുന്നുണ്ട്, അത് എല്ലാരും ഇത് പറയുന്നുണ്ടെന്ന്, അവൾ അച്ഛന്റെ ഷേപ്പാണെന്ന് എല്ലാവരും പറയാറുണ്ടെന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് പറയുവാണ്, വീടൊക്കെ നന്നായിട്ട് നോക്കിക്കൊള്ളണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ അങ്ങോട്ടേക്ക് പോകുകയാണ്. അന്നേരം നിർമ്മൽ പറയുവാണ്, ഫാമിലിക്ക് വീട് കൊടുക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്യാനാ, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞെന്ന് പറയുന്നുണ്ട്. വേറെ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ പറയേണ്ടി വന്നതെന്നൊക്കെ നന്ദയോട് പറയുന്നുണ്ട് നിർമ്മല്. അന്നേരം നന്ദ പറയുന്നുണ്ട്, ആ സാരമില്ല, ആവശ്യക്കാരി ഞാനാണല്ലോ, ഇനി ഈ കഥ മെയിൻറ്റെയിൻ ചെയ്ത് പോകണ്ടേ ഇവിടെ, സാരമില്ല, 2 ആഴ്ചത്തേക്കല്ലേ എന്ന് പറയുന്നുണ്ട്. അന്നേരം നന്ദ ചോദിക്കുവാണ്, നിർമ്മൽ എവിടെയാ താമസിക്കുന്നതെന്ന്. അന്നേരം നിർമ്മൽ പറയുവാണ്, ഞാൻ ടൗണിൽ ഒരു റൂം റെന്റിന് എടുത്തിട്ടുണ്ടെന്ന്, അവിടെ ഞാൻ കഴിഞ്ഞോളാം എന്ന് നന്ദയോട് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദ ചോദിക്കുവാണ്, ഗൗതം പാലക്കാട് പോകുന്നില്ലേ എന്ന് ചോദിക്കുന്നുണ്ട്. നിർമ്മൽ പാലക്കാട് പോകുന്നില്ലേ എന്ന്. അപ്പോൾ നിർമ്മൽ പറയുവാണ്, ഏതായാലും നന്ദയും മോളും ഒറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെ കുറച്ച് ദിവസം കാണുമെന്ന് പറയുന്നുണ്ട്. അവിടെയാണെങ്കിൽ നളിനിയെങ്കിലും ഉണ്ടായിരുന്നല്ലോ, ഇവിടെ ആരും ഇല്ലല്ലോ, അതുകൊണ്ട് ഈ ആവശ്യം കഴിഞ്ഞിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്ന് നിർമ്മൽ പറയുന്നു. കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയല്ലേ, ആ സാരയില്ല എന്ന് നിർമ്മൽ പറയുന്നുണ്ട്. എന്നിട്ട് നന്ദ ചോദിക്കുവാണ്, ചായ ഇടട്ടെ എന്ന്. അന്നേരം നിർമ്മൽ പറയുവാണ്, വേണ്ട, ഇനി വീടെല്ലാം ഒന്ന് ചുറ്റി കണ്ടോ, ഇനി അടുത്ത് ഞാൻ വരുമ്പോഴത്തേക്ക് എനിക്ക് എന്തെങ്കിലും ഉണ്ടാക്കി തന്നാൽ മതി എന്ന് പറയുന്നുണ്ട്. പറഞ്ഞിട്ട് ഏതായാലും നിർമ്മൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അന്നേരം പിന്നെ കാണിക്കുന്നതെന്ന് വെച്ചാൽ പിങ്കിയും ഗൗതവും നന്ദമോനുമായിട്ട് വരുന്നതാണ് കാണിക്കുന്നത്. കുഞ്ഞിന്റെ ചികിത്സ ഹോസ്പിറ്റലിൽ വെച്ചിട്ടല്ല, വീട്ടിൽ വെച്ചിട്ടാണ് കേട്ടോ. ഇവര് വന്നു എന്ന് അറിയുമ്പോഴത്തേക്ക് ഗൗരിമോൾ ഓടി പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് ഗൗരിമോൾ ചോദിക്കുവാണ്, എന്തിനാടാ എപ്പോഴും അച്ഛന്റെ തോളത്ത് കയറിയിരിക്കുന്നത്, ഇങ്ങോട്ടേക്ക് ഇറങ്ങടാന്ന് ഗൗരിമോൾ ചോദിക്കുന്നു. അന്നേരം നന്ദമോൻ പറയുവാണ്, നീ അറിഞ്ഞില്ലേ, ഞാൻ ഒന്ന് വീണായിരുന്നു, അതിനുശേഷം എനിക്ക് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും പറ്റുന്നില്ല എന്ന്. അന്നേരം ഗൗരിമോള് പറയുവാണ്, അതൊക്കെ നിന്റെ തോന്നലാണ്, ഇതെല്ലാം എൻ്റെ അമ്മ ശരിയാക്കി തരുമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നീ നന്നായിട്ട് ഫുട്ബോളൊക്കെ കളിക്കുമെന്നൊക്കെ ഗൗരിമോള് പറയുന്നുണ്ട്. എന്നിട്ട് അവിടുത്തെ ആ സിറ്റൗട്ടിലൊന്ന് ഇരിക്കുവാണ് ചെയ്യുന്നത് ഗൗതവും നന്ദമോനും. എന്നിട്ട് ഗൗരിമോള് ഇപ്പോൾ വരാന്ന് പറഞ്ഞ് അകത്തേക്ക് പോകും. ആ സമയത്ത് അങ്ങോട്ടേക്ക് ഹൗസ് ഓണർ വരികയാണ്. അന്നേരം അയാൾ പറയുവാണ്, ആ വന്ന ദിവസം തന്നെ വിരുന്നുകാരുണ്ടോ എന്ന്. അന്നേരം നന്ദ പറയുവാണ്, വിരുന്നുകാരല്ല, ഇവര് ട്രീറ്റ്മെന്റിന് വേണ്ടി ഇവിടേക്ക് വന്നതാണെന്ന്. അന്നേരം അയാൾ പറയുവാണ്, ആ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞായിരുന്നു എന്ന്, ഒരു കൊച്ചിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടാ ഇങ്ങോട്ടേക്ക് വന്നതാണെന്ന്, ആ കുട്ടിയാണോ ഇത് എന്ന് ഹൗസ് ഓണർ ചോദിക്കുന്നുണ്ട്. ഹസ്ബൻഡ് എവിടെ ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നന്ദ ഇങ്ങനെ എന്തോ പോലെ ആയി നിൽക്കുകയാണ്. അവിടെ എന്തു പറയണമെന്നോർത്ത് വല്ലാണ്ടിരിക്കുകയാണ് നന്ദ. അന്നേരം പറയുവാണ്, ഞാൻ ചോദിച്ചത് നിർമ്മലിന്റെ കാര്യമാണെന്ന്. അങ്ങനെ പറയുമ്പോഴത്തേക്ക് ആ നന്ദ പറയുവാണ്, ആ ഇവിടെ ഇല്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് നന്ദ ചോദിക്കുവാണ്, എന്താ ചേട്ടാ ഇങ്ങോട്ടേക്ക് ഇപ്പോൾ വന്നേന്ന്. അപ്പോൾ പറയുന്നുണ്ട്, പറമ്പിൽ കുറച്ച് പണിയുണ്ടായിരുന്നു, അതിനു വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുവാണ്, പിന്നെ അങ്ങോട്ടൊന്ന് ചെല്ല്, ഞങ്ങൾക്ക് ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ടെന്ന് പറയുന്നുണ്ട് നന്ദ. കേട്ടോണ്ടിരുന്ന ഗൗതത്തിന് അങ്ങ് തീരെ ഇഷ്ടപ്പെടുന്നില്ല.
അതിനുശേഷം കാണിക്കുന്നതെന്ന് വെച്ചാൽ ഗൗരിമോൾ ഒരു ഫോട്ടോ ആയിട്ട് വരുന്നുണ്ട്. ഒരു കുട്ടി ഫുട്ബോൾ കളിക്കുന്നതായിട്ട് ഉള്ള ഒരു ഫോട്ടോയാണ്. എന്നിട്ട് ആ ഫോട്ടോ ഗൗരിമോള് നന്ദുമോനെ കാണിച്ചു കൊടുത്തിട്ട് പറയുവാണ്, ഈ ഫോട്ടോയിൽ കാണുന്നത് നീയാണെന്ന്. ഇതുപോലെ തന്നെ എൻ്റെ അമ്മയുടെ ട്രീറ്റ്മെന്റ് ഒക്കെ കഴിയുമ്പോൾ ഇതുപോലെ തന്നെ നിനക്കും കളിക്കാൻ കഴിയുമെന്ന് പറയുന്നു. നീ ഇതുപോലെ കളിച്ചോടി നടക്കുമെന്ന് പറയുമ്പോഴത്തേക്കും നന്ദമൻ ആണോ ആ എന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം പിന്നെ നന്ദ പറയുന്നുണ്ട് പിങ്കിയോടും ഗൗതത്തിനോടും, നിങ്ങൾ ഇവിടെ നിൽക്കണമെന്നില്ല, നിങ്ങൾ പൊയ്ക്കോളൂ, ഞാൻ ഇനി നോക്കിക്കോളാം നന്ദമോന്റെ ട്രീറ്റ്മെന്റിന്റെ കാര്യങ്ങളെല്ലാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിങ്കി പറയുന്നുണ്ട്, വൈകിട്ട് സൗകര്യം പോലെ ഞാനോ ഗൗതമോ ആരായാലും വന്ന് കുട്ടിയെ കൂട്ടിക്കൊണ്ട് പൊയ്ക്കോളാം എന്ന് പറയുന്നുണ്ട്. അന്നേരം ഗൗതം ദേഷ്യം വന്ന് അങ്ങ് ഭയങ്കരമായിട്ട് ഇതായിട്ട് നിൽക്കുന്നുണ്ട്. ഗൗരവത്തോടെ ഗൗതം ചോദിക്കുന്നുണ്ട്, ആ ശരി എങ്കിൽ നമുക്ക് പോകാമെന്ന് ചോദിക്കുന്ന ഗൗതത്തിനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് കഴിയുന്നത്.